പലരും ഇടപെട്ടിട്ട് നമുക്ക് വലിയ ഗുണമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ദൈവം യേശു നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പം അത് വിടുതലായി മാറിയിരിക്കും. എനിക്ക് കിട്ടിയ ഈ സമയം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇതൊരു കൺവെൻഷൻ്റെ ആദ്യ ദിവസമാണ്. ഈ ദിവസം കേൾക്കുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം മുതലുള്ള ഒരു വാക്യമാണ് ശ്രദ്ധിക്കുന്നത്. ഈ വാക്യം എത്ര പറയാൻ പറ്റുമോ അത്രേ പറയത്തുള്ളൂ, സ്പീഡിൽ പറയില്ല. കാരണം ഇതൊക്കെ നമ്മളെല്ലാവരും കേട്ടവരാണ് ഈ വചനങ്ങളൊക്കെ. പക്ഷേ ഈ വചനം നമ്മളിൽ അരിച്ചരിച്ചരിച്ചിറങ്ങി ചെല്ലണം. അതെൻ്റെ ഒരു നിയോഗമാണ്. ദൈവം എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണത്. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചോദിച്ചു വാങ്ങിയതുമാണ്. ആ ഒരു ധൈര്യമാണ് എൻ്റേത്. ഇവിടെ പ്രസംഗിക്കാൻ നിൽക്കുന്ന ധൈര്യം, ദൈവം എനിക്ക് ആ ശുശ്രൂഷ തന്നു എന്നുള്ള ധൈര്യമാണ് എൻ്റെ ധൈര്യം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം, അതിൻ്റെ ഹെഡിങ് എന്നറിയാമോ? മോശയെ ദൈവം വിളിക്കുന്നു എന്നാണ്. ഇതിന് ഞാൻ എന്തിനിവിടെ പ്രസംഗിക്കണമെന്ന് ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇതിനുമാത്രം പ്രസംഗിക്കാനുള്ള വിഷയമൊന്നും അതിനകത്തില്ലെന്ന്. മോശയെ ദൈവം വിളിച്ചു. നമ്മളൊക്കെ ഇത് കൊച്ചു കുട്ടികൾക്ക് വരെയും ഇത് സുപരിചിതമാണ്. പക്ഷേ ഇതൊക്കെ വലിയ വലിയ ദൈവത്തിൻ്റെ ഉത്തരങ്ങളാണ്, അടയാളങ്ങളാണ്. 3-ാം അധ്യായം വായിക്കുന്നതിന് മുമ്പ് 22-ാം അധ്യായം 23-ാമത്തെ വാക്യം എന്നറിയാമോ? ഞാൻ വായിച്ചു കേൾക്കുന്നത് നിങ്ങളുടെ ചെവികളിലെങ്കിലും ഒന്ന് അത് മുഴങ്ങട്ടെ. ആ വാക്യം ഇങ്ങനെയാണ്: കുറേ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് അങ്ങ് മരിച്ചു. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പെട്ട് നിലവിളിച്ചു. മനസ്സിൽ പ്രാർത്ഥിച്ചു എന്നല്ല കേട്ടോ, പിന്നെ എങ്ങനെ പ്രാർത്ഥിച്ചു? നെടുവീർപ്പെട്ട് നിലവിളിച്ചു. ഭയങ്കര ഒരു പ്രാർത്ഥനയാണ്. എന്താ അവർ പ്രാർത്ഥിക്കാൻ കാരണം? അവരൊത്തിരി പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുക്കായിരുന്നു. ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇവിടെ പ്രശ്നത്തിലുള്ളവർ, പ്രതിസന്ധിയിലുള്ളവർ, പ്രയാസത്തിലുള്ളവർ? എല്ലാവരും ശ്രദ്ധിക്കണം. കാണുമ്പോൾ ആർക്കും ഒരു വിഷയവും ഇല്ല. അടുത്തറിയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, എന്നേക്കാൾ വലിയൊരു വിഷയത്തിലാണല്ലോ ഈ വ്യക്തിയുള്ളത്. നിങ്ങളെ കണ്ടാൽ ഒരിക്കലും അങ്ങനെ പറയില്ല കേട്ടോ. നിങ്ങൾ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ നിങ്ങൾ കരയാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ചിരിച്ചതോ? അവിടെ എല്ലാവരോടും വർത്തമാനം പറഞ്ഞ് നടന്നതോ? ഇത്രയും സങ്കടവും ചുമന്നുകൊണ്ടാണോ നിങ്ങൾ നടക്കുന്നത്? ആരെ അറിയിക്കണ്ടല്ലോ. ആരോടെങ്കിലുമൊക്കെ നമ്മുടെ സങ്കടം പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ നിന്ന് അവർ അയ്യോ പാവം എന്നൊക്കെ പറയും. അങ്ങോട്ട് മാറി നിന്നേച്ച് അവർ ചിലപ്പോൾ പരിഹസിച്ചു എന്ന് വരും, ചിരിച്ചു എന്ന് വരും. ഇല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ടവരോട് അവർ വില്ലാതെ പറഞ്ഞെന്ന് വരും. അതൊക്കെ പക്ഷേ ഒരു ദൈവത്തെ അറിയാം. എൻ്റെ വിഷയം ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം ഉടനെ അടുത്ത വീട്ടിലേക്ക് ഓടിച്ചെല്ലില്ല. അവിടെ ചെന്ന് എൻ്റെ വിഷയം അവരോട് പറയില്ല. എൻ്റെ ഒരു വിഷമം ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞാൽ എൻ്റെ ദൈവം അത് അപ്പുറത്തെ ഒരു സ്ഥലത്ത് പോയി ആ വീട്ടുകാർക്ക് അവന് ഇന്ന പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അവരുടെ ഒപ്പം ഇരുന്ന് ചിരിക്കില്ല. പിന്നെയോ എൻ്റെ വിഷയം ദൈവത്തോട് പറഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ എൻ്റെ വിഷയത്തിൽ ദൈവം വിടുതലുകളെ അയക്കും എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ വിഷയത്തിൽ ദൈവം പരിഹാരം കൊണ്ടുവരും. ആ വാക്യം എങ്ങനെ എഴുതിയിരിക്കുന്നറിയാമോ? ഇസ്രായേൽ ജനങ്ങൾ വലിയൊരു പ്രയാസത്തിലിരിക്കുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് അവർ തെരഞ്ഞെടുത്ത വഴി ഏതാണെന്നറിയാമോ? നെടുവീർപ്പെട്ട് നിലവിളിച്ചു. പ്രാർത്ഥനയുടെ വഴിയാണ്. ഹല്ലേലൂയ. നിങ്ങളെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളെ അലട്ടുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് വിടുതൽ ആഗ്രഹം ഉണ്ടോ? എങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട വഴിയാണ് പ്രാർത്ഥനയുടെ വഴി. അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നാളുകളായി കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും
ഒരു ഉത്തരവും കിട്ടാത്ത എത്രയോ വിഷയങ്ങൾ പ്രാർത്ഥിച്ച് പരിഹരിച്ചിട്ടുണ്ടെന്നറിയാമോ? ഇപ്പോൾ ഒരു പ്രശ്നം വരുവാണെന്നിരിക്കട്ടെ, ആ പ്രശ്നത്തെ നോക്കി അയ്യോ പ്രശ്നം, അയ്യോ പ്രതിസന്ധി, അയ്യോ കഷ്ടം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇന്ന് വരെയും ഒരാളുടെയും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഒരുപാട് പേര് അങ്ങനെയാണ്. ഒരു പ്രശ്നം വരുമ്പോൾ പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്, വെല്ലുവിളിയാണ്. അവരോട് പറഞ്ഞു, ഇവരോട് പറഞ്ഞു, അപ്പുറത്തെ ആൾക്കാരോട് പറഞ്ഞു, കഷ്ടം, പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ വന്നത്. ഞാൻ എത്രയോ ധ്യാനങ്ങൾക്ക്, ശുശ്രൂഷകൾക്കൊക്കെ പങ്കെടുത്തു, ഞാനൊരു ശുശ്രൂഷകനാണല്ലോ, എന്നിട്ടും എനിക്ക് ഇങ്ങനെയാണല്ലോ ഉണ്ടായത്. ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി ഞാൻ ആരാധിക്കുന്നില്ല, ഇനി ഞാൻ ശുശ്രൂഷ എന്നൊക്കെ അല്പം മാറി നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയൊരു നിലപാടെടുത്തത് കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല. ഇങ്ങനെയാണ് പ്രശ്നത്തെ നോക്കി പറയുന്നതെങ്കിൽ പിശാചിന് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള വഴി വലുതാകും. പിശാചിനിപ്പോൾ നിന്നെ തകർക്കാൻ, കീഴ്പ്പെടുത്താൻ, ഡെസ്പാക്കാൻ, ഡൗൺ ആക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ പിശാചിന് കയറി വരാനുള്ള വഴി വലിപ്പമുള്ളതായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പ്രതിസന്ധികളെ, പ്രയാസത്തെ നോക്കി എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും, എൻ്റെ വിഷയങ്ങൾ ദൈവം ഏറ്റെടുക്കും, എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ദൈവമേ ഈ വിഷയത്തെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ ദൈവം ഏറ്റെടുക്കാൻ തുടങ്ങും. ഞാൻ ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെടുവാൻ തുടങ്ങും. എൻ്റെ ജീവിതത്തിലേക്ക് പിശാചിന് കടന്നു വരാനുള്ള വഴി ചെറുതായി 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 അവസാനം അത് പേസ്റ്റ് ചെയ്ത് അടയ്ക്കും. ദൈവാനുഗ്രഹത്തിൻ്റെ വഴി നേരത്തെ ഉള്ളതിനേക്കാൾ വലുതായി വലുതായി മാറും. ഇത് ശുശ്രൂഷയുടെ സമയത്ത് സംഭവിക്കണം. ഇത് പ്രാർത്ഥനയുടെ ഈ സമയം സംഭവിക്കണം. എന്തൊക്കെയോ പ്രസംഗം കേട്ടു, എന്തൊക്കെയോ ഒരു പാട്ടുപാടി, കരമുയർത്താൻ പറഞ്ഞു, കരമുയർത്തി, അങ്ങനെ ഒരു ചടങ്ങും ഭാഷണമായി ഈ ഗേറ്റ് കടന്നു പോയി എന്ന് കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല, വലിയ ഗുണമൊന്നും കിട്ടാനുമില്ല. പക്ഷെ പിശാചിന് എൻ്റെ ജീവിതത്തിലേക്ക് ഇത്രയും നാൾ വന്നുകൊണ്ടിരുന്ന വഴി പേസ്റ്റ് ചെയ്ത് അത് അടച്ചു തേച്ച് ആ ഗ്യാപ്പ് അടയ്ക്കണം. എന്നിട്ട് ഇപ്പുറ സൈഡിലുള്ള ദൈവാനുഗ്രഹത്തിൻ്റെ വഴി കുറച്ചുകൂടെ പ്രാർത്ഥനയിൽ വലുതാക്കണം. പറ്റുമോ? സാധിക്കുമോ? ആഗ്രഹിക്കുന്നവരെല്ലാവരും ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് അനുഭവമാണ്, ഇത് അനുഭവമാണ്. ഇപ്പൊ പറയില്ലേ, ഭയങ്കര പാറ്റയുടെ ശല്യമാണ് മുറിയിൽ. നമ്മളപ്പോൾ ദേഹത്തടിക്കുന്ന സ്പ്രേ മുറിയിലടിച്ചാൽ പാറ്റയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പാറ്റ അവിടെ തന്നെ ഇരിക്കും. ഇച്ചിരി മാറി അപ്പുറത്തെ അലമാരിയുടെ അവിടെ പോയിരിക്കും സേഫായിട്ട്. അപ്പോൾ അറിവുള്ളവർ പറയാം, അവിടുന്ന് ആ കടയിൽ പോയി ആ ഹിറ്റ് മേടിച്ചോണ്ട് വാ, അങ്ങനെ ഒരു സാധനം മേടിക്കാൻ കിട്ടും. ആ റൂമിലേക്കൊന്ന് അത് സ്പ്രേ ചെയ്യാൻ പറയും. അതിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ആ മരുന്നിൻ്റെ മുമ്പിൽ. അത് ചത്ത് മലക്കും. വൈകുന്നേരം ആകുമ്പോൾ നോക്കും വേണം അലുമാരിയുടെ സൈഡിലും കട്ടിലിൻ്റെ അടിയിലും ഒക്കെ പാറ്റ ചത്ത് മലന്ന് കിടക്കുന്നത്. ആ ഒരു കാര്യത്തിന് നമ്മൾ എടുത്ത നിലപാടെന്താ? ഒരു പാറ്റയെ മുറിയിൽ നിന്ന് ഒഴിവാക്കാൻ അതിനേക്കാൾ ശക്തമായ ഒരു ആയുധമാണ് എടുത്തത്. ഇന്നലെ ഒരു സ്ഥലത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഈച്ച ഈ കണ്ണിൻ്റെ ഭാഗത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഭയങ്കരമായിട്ട്. ഞാൻ ഇങ്ങനെ ആക്കി നോക്കി, ഈച്ച പോകുന്നില്ല. 2 കൈയും എടുത്ത് അടിച്ചു നോക്കി, ഈച്ച പോകുന്നില്ല. ചില പ്രാവശ്യം ഞാൻ ആ ഈച്ചയെ അടി എനിക്കിട്ട് തന്നെ കൊണ്ടു. കണ്ണിൽ പോലും കാണാൻ കഴിയില്ലാത്ത ഈച്ചേനെ പോലും ഓടിക്കാൻ അത് ഞാൻ എടുത്ത പല അടികളും എനിക്കിട്ടാ കൊണ്ടത്. ചെറിയ ഈച്ചനെ ഓടിക്കാൻ പോലും തോറ്റുപോയി. കണ്ണിൻ്റെ വട്ടത്ത് വന്ന് നിൽക്കുന്ന, നോക്കിയാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്ന ചെറിയ ഈച്ച തോറ്റുപോയി. ഈച്ചേനെ കൊല്ലാൻ പോലും പറ്റുന്നില്ല. അത്രേ ഉള്ളൂ നമ്മൾ. ആ ഈച്ചയെ നമ്മൾ അടിക്കുന്ന പല അടികളും നമ്മുടെ ദേഹത്ത് തന്നെ വന്നു കൊള്ളും. ഈച്ചേനെ അടിച്ചത് പക്ഷെ കൊണ്ടത് എൻ്റെ മേത്താണ്, എൻ്റെ മൂക്കയിലാണ്, എൻ്റെ കണ്ണിലാണ്. നമ്മൾ അതിനേക്കാൾ ശക്തരാകേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വേണോ? നിങ്ങൾ ദൈവവചനത്തിലൂടെ കുറെ കൂടി ശക്തരാകേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി കേട്ടോ,
ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ വലിയൊരു പ്രയാസമുണ്ട്, ഭയങ്കര പ്രതിസന്ധിയുണ്ട്. അവരെടുത്ത നിലപാട് ഏത് വഴിയാണ് എടുത്തത്? പ്രാർത്ഥനയുടെ ഒരു വഴി. ഇതാരൊക്കെ ഇന്ന് എടുക്കുന്നോ അവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ അനുഭവിച്ചിരിക്കും. അവരുടെ ജീവിതത്തിൽ ഒരു സൗഖ്യം ഉണ്ടാവും. അവരുടെ ജീവിതത്തിൽ ഒരു ഉത്തരം കിട്ടിയിരിക്കും. കാരണം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം സ്കൂളിലെ കോളേജ് ഗ്രൗണ്ടിലുള്ള ഒരു സ്റ്റേജോ ഓഡിറ്റോറിയമോ ആയിട്ടല്ല ഞാൻ കാണുന്നത്. ഇത് ഡാൻസും പാട്ടും പ്രോഗ്രാമും നടക്കുന്ന ഒരു സ്ഥലം പോലെ അല്ല ഇത്. ഇത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പ്രസംഗിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതിവിടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് നിങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ദൈവീകമായ ഒരു അന്തരീക്ഷമുണ്ട്. അനേകം ആളുകൾ സങ്കടത്തോടെ ഇരുന്ന കേൾക്കുന്നത്, ഒത്തിരി പ്രതീക്ഷയോടെ ഇരുന്ന കേൾക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് പ്രാർത്ഥനയോടെ ഇരുന്ന് ഈ വചനം കേട്ടെ. അടുത്ത വാക്യം നിലവിളിച്ചു. അടുത്ത വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി എവിടെ എത്തിക്കാണോ? അവരുടെ നിലവിളി എവിടെയോ എത്തി എന്ന് എഴുതിയിട്ടുണ്ട് ബൈബിളിൽ. എവിടെ എത്തി? നുറക്കെ വായിച്ച് എവിടെ എഴുതിയെന്ന്? ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തി എഴുതിയിട്ടുണ്ടോ നോക്കി. നിങ്ങൾ ബൈബിളിലൂടെ നോക്കിക്കേ. ഈ വാക്യം തെറ്റാണോ ശരിയാണോ അതുപോലെ ഉണ്ടോ, ഞാൻ എന്തോരോ പറഞ്ഞാണോ നോക്കിക്കേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയെന്നൊരു വാക്കുണ്ടോ നോക്കി. എത്തിയെന്ന് എന്നതാ എത്തിയത്? അവരുടെ നിലവിളിയുടെ ശബ്ദം എവിടെ എത്തി? ദൈവസന്നിധിയിൽ എത്തി. അങ്ങനെയാണെങ്കിൽ കേട്ടെ, മനസ്സിലാക്കിക്കേ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന എവിടെ എത്തും? ഇത് വായിക്കാൻ പ്രത്യേകം ഒരു ട്യൂഷൻ സാറിനെ വിളിച്ച് ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. ദൈവസന്നിധിയിൽ എത്തും. ഇടയ്ക്കൊന്നും കേടാകില്ല. തൃശ്ശൂർ നിന്ന് കോഴിക്കോട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടുന്ന് 10 മണിക്ക് കോഴിക്കോടേക്ക് പുറപ്പെട്ട ബസ് ബ്രേക്ക് ഡൗൺ ആയി പോകുന്ന വഴിക്ക് സൈഡാക്കി കിടപ്പുണ്ട് ചിലത്. അത് കേടായിട്ട് അവിടെ നിർത്തിയിരിക്കുക. ഇനി ഡിപ്പോയിൽ നിന്ന് വണ്ടി വന്ന് ശരിയാക്കണം. അത് കോഴിക്കോടേക്ക് പോയതാണ്, പക്ഷേ കേടായി വഴി കിടക്കുകയാണ്. നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ ഈ ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങളൊക്കെ ശാസ്ത്രജ്ഞന്മാർ ചെയ്ത് അയക്കാറുണ്ട്, ഉപഗ്രഹങ്ങൾ. ചിലപ്പോഴൊക്കെ അത് തെറ്റിപ്പോകും, പാളിപ്പോകും. എത്തുന്നത് വരെയും ഇങ്ങനെ നോക്കിയിരിക്കും. എത്തിക്കഴിഞ്ഞാൽ അതൊരു ആഘോഷമാണ്. ഇവിടെ നിന്ന് കാനഡയ്ക്കോ അമേരിക്കയ്ക്കോ UK ഒക്കെ പോകുന്ന ഫ്ലൈറ്റ് ഉണ്ട്. ഒന്നെങ്കിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇറങ്ങി കയറി പോകേണ്ടതായിരിക്കും. പക്ഷെ ചില സമയത്ത് പേപ്പറിൽ വായിക്കാറില്ലേ, ഇവിടെ നിന്ന് ഒന്നെങ്കിൽ ഡൽഹിക്ക് പോയ വിമാനം യന്ത്ര തകരാറ് മൂലം ഹൈദരാബാദ് എയർപോർട്ടിൽ ഇറക്കി. ഞാൻ ഉദാഹരണമാണ് പറഞ്ഞത്. അത് പോയത് ഡൽഹിക്കാണ്, പക്ഷേ ഒരു യന്ത്ര തകരാറ് മൂലം അടിയന്തിരമായി അത് അടുത്ത എയർപോർട്ടിൽ ഇറക്കി. അതൊന്നും ചിലപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല, ചിലപ്പോൾ കേടാവും, ബ്രേക്ക് ഡൗൺ ആവും. പക്ഷെ ഇവിടെ എല്ലാവരും കേട്ടെ, സത്യസന്ധമായി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ പ്രാർത്ഥന എവിടെയും ബ്രേക്ക് ഡൗൺ ആകില്ല, എവിടെയും അത് നഷ്ടപ്പെട്ടു പോകില്ല. അതെവിടെ എത്തും? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവസന്നിധിയിൽ. അടുത്ത വാക്കെന്നാ? എത്തും. ഒന്ന് പറഞ്ഞു, എത്തും. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ധൈര്യം. അതാണ് നമ്മുടെ ധൈര്യം. നിങ്ങൾ എൻ്റെ കൂടെ ഉള്ളെന്നുള്ളതല്ല എൻ്റെ ധൈര്യം. ഇപ്പോൾ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുന്നു, നാളെ നിങ്ങൾ എന്നെ എതിർത്തേക്കാം, നാളെ നിങ്ങൾ എന്നെ പരിഹസിച്ചേക്കാം, നാളെ നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തിയേക്കാം, നാളെ നിങ്ങൾ ചിലപ്പോൾ എന്നെ അടിക്കാൻ കൈ ഓങ്ങിയെന്ന് വരാം. സാഹചര്യങ്ങൾ എങ്ങനെയും മാറാം. പക്ഷെ എൻ്റെ ധൈര്യം എന്താണ്? നിങ്ങൾ എൻ്റെ ധൈര്യമാണെങ്കിൽ നിങ്ങൾ എന്നെ എതിർക്കുമ്പോൾ എൻ്റെ ധൈര്യം പോകും. എൻ്റെ ധൈര്യമാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ധൈര്യം, എൻ്റെ ബലം. ഹല്ലേലൂയ. ആ ധൈര്യം ഒന്ന് സ്വീകരിച്ച് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതേ എഴുതിയിട്ടുണ്ട്, ദൈവസന്നിധിയിൽ ആദ്യ എത്തി. ഇനി അടുത്ത 3-ാമത്തെ വാക്യം വായിക്കാം. അധ്യായം വായിക്കാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥന
ദൈവസന്നിധിയിലെത്തിയപ്പോൾ സംഭവിച്ച കാര്യമാണ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ. ദൈവം അവിടെ ഇടപെട്ടു. ആരിടപെട്ടു? സർവശക്തനായ ദൈവം നിന്റെ പ്രയാസത്തിൽ ഇടപെടുന്നത് നിസ്സാരമായി കണ്ടേക്കരുത്. ഗൗരവമുള്ള കാര്യമാണ്. അപ്പുറത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നിന്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് പറയുന്നത് പോലെ അല്ല ഇത്. ഇവിടുത്തെ ഒരു ലോക്കൽ ഒരു ഉദ്യോഗസ്ഥൻ ഇടപെട്ടു എന്ന് പറഞ്ഞതുപോലെയല്ല. ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ നിന്റെ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങുമെന്ന്. അത് നിസ്സാരമല്ല, അത് ഗൗരവമുള്ള കാര്യമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്ത വാക്യമാണ് ഞാൻ വായിക്കാം. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, അല്ലെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കാം. മോശ തൻ്റെ അമ്മായിയപ്പനും മിദിയാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു. അപ്പോൾ ചെയ്ത തൊഴിൽ എന്താണ്? നമ്മളത് വലിയ വില കൊടുക്കാത്ത ഒരു സാധാരണ ജോലി, ബിടെക്കാരനോ എംടെക്കാരനോ ചെയ്യുന്ന ജോലി പോലത്തെ വലിയ ഹൈഫൈ ജോലിയൊന്നുമല്ല. കുറേ ആടുകളെ ഇങ്ങനെ തീറ്റാൻ കൊണ്ടുപോവുക, വെള്ളം കൊടുക്കുക, മൃഗങ്ങളൊക്കെ പിടിക്കാതെ, കാട്ടുമൃഗങ്ങൾ പിടിക്കാതെ സേഫായിട്ട് സംരക്ഷിക്കുക. ഇത് ചെയ്തുകൊണ്ടിരുന്ന ജോലിയായിരുന്നു മോശയുടേത്. അടുത്ത വാക്യം, അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് അപ്രഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ. അടുത്ത മലയാള വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ട് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ബൈബിളിൽ. ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ എന്താ അടുത്ത വാക്യം? എത്തിച്ചേർന്നു. അത് ഞാൻ ഇങ്ങോട്ട് എടുക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നവരാണ്. ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു പലരും, ഇന്ന് എത്തിച്ചേർന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ദൈവീക ഇടപെടൽ എന്ന ഒരു പദ്ധതി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എത്തിച്ചേരില്ലായിരുന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവാൻ ഒരവസരം ഉള്ളത് കൊണ്ടാണ് ദൈവം മോശയെ അവിടെ കൊണ്ടു ചെന്നത്. അങ്ങനെ വിശ്വസിച്ചേ. അങ്ങനെയെങ്കിൽ ഇവിടെ നിങ്ങൾ ഇന്ന് വന്നത് ഒരു ഫ്ലെക്സ് കണ്ടതുകൊണ്ടോ, ഒരു നോട്ടീസ് കണ്ടതുകൊണ്ടോ, വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇങ്ങനെ ശ്രദ്ധിച്ചത് കൊണ്ടോ അല്ല. നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൻ്റെ പിറകിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ അനുഗ്രഹിക്കപ്പെട്ട ആലയത്തിൽ എത്തിച്ചേർന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ്. നിങ്ങളെ കുറെ കൂടി വളർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ്. നിങ്ങളുടെ പ്രതിസന്ധികളിൽ ദൈവം ഇടപെടാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്നാണ്. നാളുകളായി നോക്കിയിട്ടും പരിഹരിക്കാത്ത വിഷയം ദൈവം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഈ എത്തിച്ചേരലിന്റെ പിന്നിൽ പോലുമുള്ള ദൈവ പദ്ധതി. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നോർമലായിട്ട് ചിന്തിക്കരുത്. നോർമലായി ഓട്ടോമാറ്റിക്കായിട്ട് എത്തിച്ചേർന്നതാ, അതൊക്കെ അങ്ങനെ നടക്കുന്നതാ, അങ്ങനെ ചിന്തിക്കരുത്. എല്ലാത്തിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അല്ലെങ്കിൽ ഒന്നും ഈ കസേരയിൽ കൂടെ നിങ്ങൾ വന്നിരിക്കത്തില്ല. ഇത്രയും സഹിച്ചൊന്നും ഇരിക്കാനൊന്നും ആരെ കൊണ്ടും പറ്റില്ല. മനുഷ്യനൊന്നും ഇങ്ങനെ മണിക്കൂറുകളൊന്നും ഇരിക്കത്തില്ല. വേഗം വേഗം കാര്യം നടത്തി പോവും. ബന്ധുക്കളുടെ വീട്ടിൽ പോയാൽ തന്നെ നമ്മൾ ചോദിക്കില്ല, എന്താ ഇത്ര തിരക്ക്, എന്താ ഇത്ര തിരക്ക്? അല്ല, എനിക്ക് 11 മണിക്ക് പോകണമെന്നേ, എനിക്ക് പോയിട്ട് അവിടെ ഓഫീസിൽ പോകേണ്ട കാര്യമുണ്ട്, തിരക്കാണ്. എന്തേ തിരക്കില്ലാത്തത്? നിങ്ങളെന്താ ഇവിടെ ഇരുത്തിയത്? തിരക്കില്ലാഞ്ഞിട്ടല്ല, നിങ്ങളെ ഏതോ ഒരു ദൈവത്തിൻ്റെ ഒരു പദ്ധതി നിങ്ങളെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. എത്തിച്ചേർന്നതാ, ദൈവം കൊണ്ടുവന്നതാ. ഇവിടെ ദൈവം എത്തിച്ചേർന്നതാ. ചിലപ്പോൾ എന്നെ കേൾക്കുന്ന തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തെ രക്ഷിക്കാനായിരിക്കും ഈ ശബ്ദം ഇന്ന് നിന്റെ ചെവികളിൽ ദൈവം എത്തിച്ചത്. ദൈവം എത്തിച്ചത് അതിനുവേണ്ടിയായിരിക്കും. ഒരുപക്ഷെ പോയി മരിച്ചാലോ, ജീവിക്കണോ വേണ്ടയോ, പോയി മരിച്ചാലോ എന്നൊക്കെ ഇന്നലെയും കൂടെ ചിന്തിച്ചിട്ടായിരിക്കും കിടന്നുറങ്ങിയത്. ഞാനായിരിക്കും ഇവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിന്റെ ചെവിയുടെ ഇപ്പുറത്തെ സൈഡിൽ ദൈവവചനം ഇങ്ങനെ മുഴങ്ങുവാണ്. ദൈവത്തിന്റെ പദ്ധതിയാണ്. ഈ ശബ്ദം പോലും മുഴങ്ങുന്നത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ലോകത്തിൽ ഒരുപാട് ശബ്ദങ്ങളുണ്ട്. അതൊക്കെ നിന്റെ ചെവികളിൽ മുഴങ്ങിയിട്ട് അതൊക്കെ പണ്ടേ മറന്നു, നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ദൈവവചനത്തിന്റെ ശബ്ദം നിന്റെ കുടുംബത്തെ രൂപാന്തരപ്പെടുത്തും. നിനക്ക് രക്ഷ തരും, നിനക്ക് മാനസാന്തരം തരും, നിനക്ക് വിടുതൽ തരും, സൗഖ്യം തരും. അത് ദൈവത്തിൻ്റെ സ്വരമാണ്.
ഒരു കരം ഉയർത്തി ഉറക്കി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പോര സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി അടുത്ത കാര്യം, പ്രാർത്ഥിച്ച 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം പ്രാർത്ഥനയാണെങ്കിൽ 3-ാം അധ്യായം ദൈവത്തിൻ്റെ ഇടപെടലുകളാണ്. പ്രാർത്ഥനയുടെ ഒരു 2-ാം അധ്യായം ഉണ്ടെങ്കിൽ ദൈവീക ഇടപെടലിൻ്റെ 3-ാം അധ്യായം ആരംഭിക്കും. ഹല്ലേലൂയാ. ഇത് ബൈബിളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലുണ്ട് ഇങ്ങനെ ഒരു 3-ാം അധ്യായം. ദൈവം ഇടപെടുന്ന അധ്യായമാണ് 3-ാം അധ്യായം. മോശയെ ദൈവം വിളിച്ചു, ദൈവത്തിൻ്റെ മലയിൽ എത്തിച്ചേർന്നു. അവിടെ അടുത്ത വാക്യം കേട്ടോ. അടുത്ത വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചോ, വേണമെങ്കിൽ നിങ്ങളുടെ ബൈബിളിൽ ശ്രദ്ധിക്കാം. അവിടെ ഒരു മുൾപടർപ്പിൻ്റെ, എന്തിൻ്റെയാ? ഈട്ടിത്തടിയുടെയോ തേക്കിൻ തടിയുടെയോ മധ്യത്തിലല്ല. എവിടെയാണ്? നമ്മൾ പറയില്ലേ മുൾപടർപ്പോ? അതൊക്കെ പുറങ്കാലുകൊണ്ട് തള്ളിയിടുന്ന സാധനമാണ് മുൾപടർപ്പ്. നമ്മളൊന്നും ഒരു പരിഗണനയും കൊടുക്കാത്ത സാധനമാണ് മുൾപടർപ്പ്. നമ്മളൊക്കെ നോക്കുന്നത് തേക്കിൻ തടിയും ഈട്ടിത്തടിയും അതുപോലെ നല്ല തലയെടുപ്പുള്ള മരങ്ങളൊക്കെയേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ദൈവം ഇവിടെ കൊണ്ടുവന്നത് ഈട്ടിത്തടിയെയോ വലിയ വലിയ തലയെടുപ്പുള്ള ഒരു മരത്തെ അല്ല കേട്ടോ. നമ്മുടെ മുറ്റത്ത് നിന്ന് പോലും തൂമ്പ കൊണ്ട് ചെത്തി വരിഞ്ഞ് കൂട്ടി അപ്പുറത്തിട്ട് തീയിട്ട് കളയുന്നതാണ് മുൾപടർപ്പ്. മുൾപടർപ്പ് ഒരു വിലയില്ല. മനുഷ്യൻ ചെരുപ്പിട്ട് അതിൻ്റെ മുകളിൽ ചവിട്ടുള്ളൂ. ഇത്രയാകുമ്പോഴേ വലിച്ചു പറിച്ച് ദൂരെ കളയും. എന്ത്? മുൾപടർപ്പ്. അതിൻ്റെ മധ്യത്തിൽ എന്ത് നടന്നു? ജ്വലിച്ചുയരുന്ന ഒരു അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ മുൾപടർപ്പ് ആരാണ് ഇന്ന്? ഈ മുൾപടർപ്പിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ഒരു ഇടപെടൽ. ഈ മുൾപടർപ്പ് ആരാ? നമ്മൾ പറയില്ലേ അയാളാ വലിയ പ്രാർത്ഥനക്കാരൻ, അയാളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടൂ. ഞാനൊന്നും ഒരു പ്രാർത്ഥനയില്ലാത്ത ആളാ, ചീഞ്ഞ ആളാ. എൻ്റെ വീട് ഒരു നശിച്ച വീട്, എൻ്റെ വീടൊരു പൊട്ട വീട്, ശപിക്കപ്പെട്ട വീടാ എൻ്റെത്, ഞങ്ങളുടെ വീട്ടിലൊന്നും ഒരു പ്രാർത്ഥനയില്ല. ഈ പറയുന്ന ഞാനാ മുൾപടർപ്പ്. ദൈവം എന്നെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന വലിയ കേമന്മാരെ ഒന്നും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. ഇന്ന് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മുൾപടർപ്പാ. ചിന്തിച്ചു നോക്കിയോ, പഠിച്ചു നോക്കിക്കോ. നമ്മൾ വിചാരിക്കും അപ്പുറത്തെ തേക്കും തടി ഉണ്ടായിരുന്നല്ലോ, ഈട്ടിത്തടി ഉണ്ടായിരുന്നല്ലോ, വലിയ വലിയ കേമന്മാരും കൊമ്പന്മാരും മിടുക്കന്മാരും വലിയ വലിയ ടീം ഉണ്ടായിരുന്നല്ലോ. എന്തിന് മുൾപടർപ്പ്? അത് മുഴുവൻ മുള്ളല്ലേ. ദൈവത്തിന് അതിനെ ചിലപ്പോൾ തിരഞ്ഞെടുക്കാൻ പറ്റും. മുൾപടർപ്പ് അതിൻ്റെ മധ്യത്തിൽ എഴുതിയിരിക്കുകയാണ്, കത്തിജ്വലിച്ചിരുന്നു. അവൻ ഉറ്റുനോക്കി. എന്നാ കണ്ടെന്ന് എഴുതിയിട്ടുണ്ട്, ഉറ്റുനോക്കി. മുൾപടർപ്പ് ഒന്ന് വായിച്ചേ. മുൾപടർപ്പ് എന്താ എഴുതിയിരിക്കുന്നത്? മുൾപടർപ്പ് കത്തിജ്വലിച്ചു. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. എങ്കിലും അത് നിങ്ങളാണ് ശ്രദ്ധിച്ചു. മുൾപടർപ്പ് ഈ ഒരു വലിയ മലയോളമുള്ള ഇത്രയും ഭാഗത്തുള്ള മുൾപടർപ്പ് കത്തിത്തീരാൻ 1/2 മണിക്കൂർ വേണ്ട. അത് ആ തീ അങ്ങ് കൊടുത്ത പാടെ ഒറ്റ ആളിൽ അങ്ങ് തീരും. മോശ കണ്ടു മുൾപടർപ്പാണ്, 15 മിനിറ്റ് കൊണ്ട് കത്തിത്തീരേണ്ടതാണ്. പക്ഷേ ഞാൻ കുറേ നേരമായി ഇങ്ങനെ നോക്കി നിൽക്കുന്നു, എന്നിട്ടും ആ മുൾപടർപ്പ് കത്തിച്ചാമ്പലാകുന്നില്ല. എന്നിട്ട് മോശ പറയുന്നു, ആ മഹാദൃശ്യം, ഒരു മുൾപടർപ്പ് കത്തുന്നത് ദൃശ്യമാണ്, മഹാദൃശ്യമാണോ? മുൾപടർപ്പ് കത്തുന്നത് പോലും മഹാദൃശ്യമാക്കിയവനാണ് എൻ്റെ ദൈവം. നിന്നെ ദൈവത്തിന് മഹാസംഭവമാക്കാൻ ദൈവത്തിന് സാധിക്കും. മുൾപടർപ്പ് കത്തുന്നത് ആര് ശ്രദ്ധിക്കൂന്നാ പറയുന്നേ? പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു നിലയിൽ അവിടെ എത്തിച്ചു. ഹല്ലേലൂയാ, ഒന്നൊക്കെ പറഞ്ഞു ഹല്ലേലൂയാ. നമ്മളാണിത്, ഞാനാണിത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനാണല്ലോ ഇതെന്ന്. മോശ കണ്ടു. ഇതെന്തിനാ മോശയെ കാണിച്ചത്? ഇനി ഞാൻ ശ്രദ്ധിച്ചു പറയാം, നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കേവലം ഇതൊരു പ്രഭാഷണമോ പ്രസംഗമോ അല്ല, ഒരു ദൈവികമായ ഒരു സന്ദേശമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ബലം തരുന്നതാ കേട്ടോ. മോശ എന്തിനാ ഇത് കാണിച്ചത്? മോശയോട് ദൈവം പറഞ്ഞതാണിത്. മോശേ, ഈ മുൾപടർപ്പ് പോലെയാ നീ. ഒരുപാട് പ്രശ്നങ്ങൾ മാനെ നിന്റെ ജീവിതത്തിൽ വന്ന് ഇതുപോലെ കത്തും. കൂടെ നിൽക്കുന്നവർ ഒറ്റപ്പെടുത്തും. നീ പ്രശ്നത്തിൽ നിന്ന് കത്തും. ചിലർ പറയാറില്ലേ,
ഞാൻ വലിയൊരു പ്രശ്നത്തിൽ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുവാന്ന്. ഇങ്ങനെയാ പറയുന്നത്. മോശയെ ദൈവം കാണിച്ചു, പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, വെല്ലുവിളികൾ വരും. നീ പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധിയുടെയും മുമ്പിൽ നിന്ന് കത്തും. പക്ഷെ ഒരു പ്രശ്നങ്ങൾ നിന്ന് കത്തിയാലും നീ ചാമ്പലായി പോകത്തില്ല, നീ ചാരമായി പോകത്തില്ലെന്ന്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് തോന്നും, ഇത് എൻ്റെ ജീവിതത്തെ നോക്കിയിട്ടാണോ എഴുതിയത്? ചില ആൾക്കാരോട് നമ്മൾ ചോദിച്ചു, ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ എങ്ങനെയാ പിടിച്ചു നിന്നത്? അയ്യോ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ ഇത്രയും വലിയ പ്രശ്നത്തെ നേരിടാൻ. എന്ത് പ്രശ്നങ്ങൾ വന്ന് കത്തിക്കോട്ടെ, ദൈവ സാന്നിധ്യം ഉണ്ടോ നിന്നിൽ, നിന്റെ വീട്ടിൽ, നിന്റെ ജീവിതത്തെ തകർത്തു കളയാൻ ആ പ്രശ്നത്തിന്റെ തീക്ക് സാധ്യമല്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ബൈബിൾ മുന്നോട്ട് വായിച്ചു പോയാൽ കാണാൻ പറ്റും, മോശ ഇതുപോലെ വലിയ വലിയ പ്രതിസന്ധികളിൽ നിന്ന് വേദനിച്ചു. പക്ഷെ മോശയെ ആ രാജ്യത്തെ രാജാവിന് പോലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. മോശയുടെ ശബ്ദം രാജ്യത്ത് അഗ്നി ശബ്ദം പോലെ മുഴങ്ങി. ദൈവത്തിന്റെ അത്ഭുതം അവിടെ നടന്നു. ഇതുപോലെ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ എത്തുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. 4-ാമത്തെ വാക്യം, അത് അവൻ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. മോശ പറഞ്ഞു, ഒന്ന് വായിച്ച എന്നാ പറഞ്ഞെന്ന്. 4-ാമത്തെ വാക്യം, അവൻ അത് കാണുന്നത് വേണ്ടി അടുത്തേക്ക് ചെല്ലുന്നത് ആര് കണ്ടു? നാട്ടുകാർ കണ്ടു എന്നാണോ എഴുതിയിട്ടുള്ളത്? അതോ അവൻ്റെ കുടുംബക്കാർ കണ്ടു എന്നാണോ? ദൈവം കണ്ടു എന്നാണോ? ഇതുപോലെ ദൈവവചനം കേൾക്കുവാൻ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ കയറി വരുന്നത് ദൈവം കണ്ടിട്ടുണ്ട്, കർത്താവ് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ ആലയത്തിൽ ഈ കസേര വന്നിരിക്കുന്നത് ദൈവം കണ്ടിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നത് മരുഭൂമിയിലാണ്. ഇതുപോലെ ഹൈവേയുടെ അടുത്തൊന്നുമല്ല, ഇതുപോലെ വലിയ പട്ടണമോ ടൗണോ 4 വരി പാത പോകുന്ന സ്ഥലമോ ഒന്നുമല്ല. മരുഭൂമിയാണ്, ആളും അർത്ഥവുമില്ലാത്ത സ്ഥലമാണ്. മോശ മരുഭൂമിക്കകത്ത്, മരുഭൂമിയിൽ കൂടെയുള്ളത് ആടുകൾ മാത്രമാണ്, മറ്റിടയന്മാർ പോലും കൂടെയില്ല. പക്ഷെ മോശ ആ ദൃശ്യം കാണാൻ അടുത്തു ചെന്നത് കർത്താവ് കണ്ടു. അങ്ങനെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് ദൈവം കാണുന്നുണ്ട്, നിങ്ങൾ വചനം കേൾക്കുന്നത് ദൈവം കാണുന്നുണ്ട്, നിന്റെ അകത്തു നിന്നെ വേദനിപ്പിക്കുന്ന പ്രയാസം ദൈവം കാണുന്നുണ്ട്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കരം വീശി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദൈവം, ഒന്ന് പാടിയേ, ഓ ഈ ദൈവം എൻ്റെ ദൈവം. ഒന്ന് പാടി എല്ലാവരും, ഈ താതൻ എൻ്റെ താതൻ. അല്പം കൂടി സ്വരം ഉയർത്തി ഒന്ന് എല്ലാവരും ഒന്ന് പാടാമോ? ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ, ഈ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം. വിശ്വാസത്തോടെ പറഞ്ഞു, ഈ താതൻ എൻ്റെ താതൻ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണം കേട്ടോ, ഇത് വളരെ അർത്ഥമുള്ള ഗൗരവമുള്ളൊരു വാക്കാണ്. മോശ ആ മഹാദൃശ്യം കാണാൻ അടുത്തു ചെന്നപ്പം മോശയെ ദൈവം എവിടുന്നാ വിളിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. മുൾപടർപ്പിൻ്റെ നടുക്ക് നിന്നിട്ട് മോശയെ ദൈവം വിളിച്ചു. അപ്പോൾ ദൈവം എവിടെ നിന്നത്? മുൾപടർപ്പ്, അയ്യോ നിറച്ച് മുള്ളുള്ള മുള്ളിൻ്റെ നടുക്ക്. അപ്പോൾ നമ്മൾ ചിന്തിക്കില്ലേ, ദൈവം അങ്ങനെ അവരുടെ അടുത്തേ ദൈവം നിൽക്കത്തുള്ളൂ, ദൈവം നമ്മുടെ അടുത്ത് നിൽക്കത്തില്ല. നീ മുൾപടർപ്പാണെന്ന് സ്വയം തോന്നിയാലും നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം വന്ന് നിൽക്കും. അതുകൊണ്ടാ പല പ്രശ്നങ്ങൾ വന്നപ്പോഴും കുഞ്ഞെ നീ തോറ്റുപോകാതിരുന്നത്, നീ പലപ്പോഴും നശിച്ചില്ലാതാകാതിരുന്നത്. നിന്റെ കഴിവുകൊണ്ടും മിടുക്കൊണ്ടും സർട്ടിഫിക്കറ്റ് കൊണ്ടും മാത്രമല്ല, നീ പോലും അറിയാതൊരു ദൈവം നിന്റെ അകത്ത് നിൽപ്പുണ്ടായിരുന്നു, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ. നിന്റെ കൂടെ ഒരു ദൈവം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതാണ് കത്തിച്ചാമ്പലാകാതിരുന്നത്. പല പ്രശ്നങ്ങളും, കുടുംബ പ്രശ്നം, ജീവിത പങ്കാളിയുടെ പ്രശ്നം, മക്കളുടെ പ്രശ്നം ഒക്കെ വന്നപ്പം തകർന്ന് തരിപ്പണമായി പോകേണ്ടവരായിരുന്നു പലരും.
എന്നിട്ടും പിടിച്ചു നിന്നതോ, ഓ ആ വ്യക്തി എൻ്റെ കൂടെ നിന്നോണ്ടല്ല, എൻ്റെ കൂടെ നിൽക്കാൻ ഒരു ദൈവം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഒരു